ഓടിക്കും. 400 കാണാനില്ല, ഇല്ല, വയലൻസ് ഇല്ല. അപ്പൊ ആദ്യം ചോദിക്കാനുള്ളത്, ഈ C40 ട്വിൻ റീചാർജ് എന്താണ്? ഓൾ വീൽ ഡ്രൈവ് ആണോ ഉദ്ദേശിക്കുന്നത്? അതെ, ട്വിൻ എന്ന് പറഞ്ഞാൽ ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇവരുടെ മോഡൽ നെയിമിംഗ് വളരെ സിമ്പിൾ ആണ്. സിംഗിൾ എന്ന് പറഞ്ഞാൽ റിയർ വീൽ ഡ്രൈവ്, ഓക്കെ. ട്വിൻ എന്ന് പറഞ്ഞാൽ ഓൾ വീൽ ഡ്രൈവ്. റിയർ വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ്, ഓക്കെ. സിംഗിൾ ട്വിൻ എന്ന് പറഞ്ഞിട്ട് 2 വേർഷൻസ്, ഓക്കെ. പിന്നെ അതിൽ ഒരു 2 ബാറ്ററി സൈസ് ഉണ്ട്. പിന്നെ ഇതിനൊക്കെ പല ട്രിം ലെവൽസ് ഉണ്ട്. നമ്മളിപ്പോൾ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് സ്ക്രീനിൽ ചെയ്ത് കാണിക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ എക്സ്റ്റീരിയർ ലുക്സ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ആക്ച്വലി ഈ വോൾവോന്റെ ഈ XC60 XC90 ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം, എസ്പെഷ്യലി പുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹെഡ്ലൈറ്റിലുള്ള ആ ഒരു എന്താ പറയുന്നത്, ഹാമർ, തോർ ഹാമർ, ആ ലൈറ്റും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഫ്രണ്ടില് XC40 ആയിട്ട് ഇതിന് വ്യത്യാസങ്ങളൊന്നുമില്ല, ഇല്ല, സെയിം ആണ്. നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരു വണ്ടിക്ക് ആദ്യമായിട്ടാണ് ഡ്രൈവ് മോഡ്സ് ഒന്നും ഇല്ല ഇതിന്. ഡ്രൈവ് അത് കൊള്ളാലോ. അപ്പൊ നമുക്ക് പിന്നെ അതിലേക്ക് വരാം. നമുക്ക് എക്സ്റ്റീരിയറിന്റെ കാര്യം തീർത്തിട്ട് അതിലേക്ക് വരാം. അപ്പൊ എക്സ്റ്റീരിയർ എനിക്ക് തോന്നുന്നു സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഷേപ്പ് വ്യത്യാസം ശരിക്കും അറിയുന്നത്. പുറകോട്ട് ഭയങ്കര സ്ലോപ്പിംഗ് റൂഫാണ്. അത് മാത്രമല്ല, എനിക്കൊന്ന് ലുക്കിന് വേണ്ടിയാണെന്നല്ല, പ്രാക്ടിക്കാലിറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. ബാക്കിൽ വൈപ്പർ ഇല്ല, ശ്രദ്ധിച്ചായിരുന്നു? അതാ സ്ലോപ്പിംഗ് ഇത് വന്നു കഴിയുമ്പോ ഒന്ന് ഇപ്പൊ നമ്മള് കിയ EV6 കണ്ടതാണ്. സ്ലോപ്പിംഗ് ഇത് വന്നു കഴിയുമ്പോ അവരത് എയറോഡൈനാമിക്സ് കാരണം പുറകിൽ വെള്ളം നിൽക്കൂല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ചെളി നിൽക്കും. പിന്നെ ബാക്കില് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ XC40 ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. XC40 ലുക്സ് ഇംപ്രൂവ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലായിട്ട് പറയാം, ലുക്ക് ഇംപ്രൂവ് ആയിട്ടില്ല. ഇന്റീരിയറിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? എനിക്ക് ഇതിന്റെ ജനറിക് ഫീൽ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഒരു എന്താ പറയുന്നത്, പ്ലാസ്റ്റിക് ടച്ച് അല്ലല്ലോ. ഇവിടെ തന്നെ ഒരു ഫെൽറ്റ്, ഒരു ക്ലോത്ത്, ഒരു ഫാബ്രിക് ഫീലാണ് അല്ലേ ഉള്ളില്. ഈ മറ്റേ ഇത് അൾട്ടിമേറ്റ് വേർഷൻ ആണ്, അതുകൊണ്ടാണ് അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അതിനാണ് ഈ സീറ്റ്സും ഒക്കെ. ഇത് ഫുള്ളി ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് സീറ്റ്സ്. പിന്നെ ഈ സൈഡിലത്തെ ഇവിടുത്തെ ക്ലോത്ത് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ അൾട്ടിമേറ്റിലും ഇതിന്റെ താഴെയുള്ള പ്ലസിലും ഉണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ മിക്കവാറും അതിന്റെ കോർ എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് വെർഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇത്ര നൈസ് ആയിരിക്കുന്നില്ല. പക്ഷെ ഈ വെർഷനിൽ ഇറ്റ് ഈസ് നൈസ്, അത് പറയണം. കാരണം ഇവിടെ എല്ലാം നല്ലൊരു എന്താ പറയുക, സോഫ്റ്റ് ടച്ച് ആണ് എല്ലായിടത്തും. പക്ഷെ എനിക്ക് തോന്നുന്നു വോൾവോ ആയതുകൊണ്ട് ഇനിയിപ്പോ ഇതിന്റെ ബേസ് വെർഷൻ എടുത്താലും അതിനൊരു മിനിമം നല്ല ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ ഈ കാണുന്ന സെയിം ട്രിം ലെവൽ ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള മറ്റേ സ്ക്രീൻ, അതിപ്പോ എനിക്കൊന്ന് സെയിം ഫോർമാറ്റ് ആസ് എനി അതർ പുതിയ വോൾവോ. പക്ഷെ ചെറുതാണ്. എനിക്ക് നമ്മള് മറ്റു പല വണ്ടികളും വലുതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ ഇച്ചിരി ചെറുതാന്ന് തോന്നുന്നു അല്ലേ? അതെ. പിന്നെ അതുമല്ല, ഇതിന്റെ ഞാൻ ഓപ്ഷൻസ് നോക്കി, അത്ര ഒരു ഭയങ്കര ഒരു ഫാൻസി കളർഫുൾ അല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒത്തിരി സ്ക്വയർ ആപ്സ് പോലെ തോന്നിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇപ്പൊ ഹോം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു കാർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം. പിന്നെ ഉള്ളത് റേഞ്ച് അസിസ്റ്റന്റ്, ബാക്കിയെല്ലാം ഈ പറഞ്ഞ ഗൂഗിൾ അസിസ്റ്റന്റും ഗൂഗിൾ മാപ്സും ബ്ലൂടൂത്ത് ഗൂഗിൾ എനേബിൾഡ് ആണ് ഇതിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം. ഈ സ്ക്രീനിന്റെ താഴോട്ട് വരുമ്പോ ഉള്ള ഒരു ഇത്, അത് ആക്ച്വലി കോമ്പാക്ട് ആണ്. ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. അതൊക്കെ സൂപ്പറാണ്. എനിക്കൊന്നൊരു വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ. ഒരു ഫോൺ വയർലെസ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു 12 വോൾട്ട് ചാർജറും 2 USB ചാർജറും ഉണ്ട്. ആക്ച്വലി ഇതിന്റെ പുറകിലും ഒരു 12 വോൾട്ട് ചാർജർ ഉണ്ട്, 2 USB ചാർജർ. അപ്പൊ ഈ വണ്ടി മേടിച്ചാൽ ചാർജിങ്ങിനെ കുറിച്ച് പറയണ്ട. ഗ്ലൗ ബോക്സ് വലിയ വലിപ്പം ഇല്ല, പക്ഷെ അത് ഈ ഒരു രണ്ടാമത്തെ ഒരു പൗച്ച് പോലത്തെ സാധനം കണ്ടായിരുന്നു. ഇതെനിക്കൊന്ന് ഊരി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം. അത് അല്ലാത്ത സാധനങ്ങൾ. പിന്നെ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. 2 കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഗിയർ നോബാണ്. പക്ഷെ ഇതിന് ഇപ്പൊ അൾട്ടിമേറ്റ് വേർഷൻ ആയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭയങ്കര രസമുള്ള ഇതൊന്നുമില്ല. മറ്റേതിന് കുറച്ചും കൂടെ എനിക്ക് ഒന്ന് ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ഫാൻസിയർ. ഇത് ഒരു നോർമൽ, പക്ഷെ നല്ല ഹൈ ക്വാളിറ്റിയാണ്, പിടിക്കാനൊക്കെ നല്ല രസമുണ്ട്. ക്വാളിറ്റി എനിക്ക് ഒരു അങ്ങനെ ഒരു വോൾവോന്റെ ക്വാളിറ്റി തന്നെ ഉണ്ട്. യെസ്, അക്കാര്യത്തിലൊന്നും കോംപ്രമൈസ് ഇല്ല. പിന്നെ സൺറൂഫ് ഉണ്ട്, നല്ല രസമുണ്ട്. ഈ ഇരിപ്പ് എങ്ങനെയുണ്ട്? ആക്ച്വലി സീറ്റിംഗ് പൊസിഷൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി.
സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ സീറ്റ് വളരെ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പൊ നമുക്ക് ഒരു നല്ല പൊസിഷൻ കണ്ടുപിടിക്കാൻ. പക്ഷെ അത് ഇതൊരു ഈ പറഞ്ഞ പോലെ ഫുള്ളി ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ഇതിൽ മാത്രമല്ലേ ഉള്ളൂ, പ്രീമിയം അൾട്ടിമേറ്റ് വേരിയന്റിൽ മാത്രമല്ലേ ഉള്ളൂ ഏതാ ഈ ഫുള്ളി ഇലക്ട്രിക്കലി. അതെ. വിസിബിലിറ്റി മോശമാണ്, എസ്പെഷ്യലി ബാക്കിൽ ഈ കൂപ്പേ ഉള്ള ഇതിനെല്ലാം. അതെ. പക്ഷെ ഫ്രണ്ടിലേക്ക് എനിക്ക് തോന്നുന്നു നല്ല വിസിബിലിറ്റി ഉണ്ട്, നന്നായിട്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു ഹൈ പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് സൈഡിലൊക്കെ കാണാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ പുറകോട്ട് അത്ര വിസിബിലിറ്റി കുറവാണ്. അത് എനിക്ക് തോന്നുന്നു ഈ സൂപ്പിംഗ് റൂഫ്, ഈ ലുക്ക് ആൻഡ് ഫീലിന് വരുമ്പോൾ എല്ലാത്തിനും ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മള് പുറകിൽ ഇരുന്ന് നോക്കി ടൈറ്റ് ആണ്. എനിക്ക് മൊത്തത്തില് വണ്ടി ടൈറ്റ് ആണ്. എനിക്കത് മീൻ ഇരിക്കുമ്പോ ആ ഡോറ് തുറന്ന് അകത്തോട്ട് നോക്കുമ്പോ തന്നെ അറിയാം ഇതില് ടൈറ്റ് അല്ലേ. അതെ. അപ്പൊ ബാക്കിൽ ആക്ച്വലി ഇതിന് വേറൊരു സംഭവം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ XC60യുടെ അതേ ഷാസി ആയതുകൊണ്ട്, XC40യുടെ അതേ ഷാസി ആയതുകൊണ്ട് നമ്മുടെ ടണല് ഇതിലൂടെ പുറകില് ആക്ച്വലി ടൈറ്റ് ആണ്. നടുക്കൊരാൾക്ക് ഇരിക്കാന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലും അല്ല. സീറ്റ് ബേസ് കുറച്ച് വീതി കുറവാണ്, അപ്പൊ അണ്ടർ തൈ സപ്പോർട്ട് ഇത്തിരി കുറവാണ്. പക്ഷെ കാല് അത്യാവശ്യം നീട്ടി വെക്കാം, അറ്റ്ലീസ്റ്റ് എന്റെ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് പറ്റും. പക്ഷെ എന്നാലും വളരെ കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല. ഫ്രണ്ടിലത്തെ സീറ്റിനെ അപേക്ഷിച്ച് ബാക്കിലത്തെ സീറ്റ് കുറച്ച് താഴ്ന്നിട്ടാണ് നമ്മൾ ഇരിക്കുമ്പോ കുറച്ച് താഴത്തേക്കാണ് ഇരിക്കുന്നത്. പറഞ്ഞപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയത് കറക്റ്റ് ആണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോ തന്നെ കാണാം, എസ്പെഷ്യലി ഒത്തിരി സ്കൂപ്പിംഗ് ആംഗിൾ ഉണ്ട്, കുറച്ച് താഴ്ന്നിട്ടാണ്. പിന്നെ ഹെഡ് നീറും കുഴപ്പമില്ല, പക്ഷെ ഹെഡ് റൂം കുഴപ്പമില്ല. എന്റെ ഹൈറ്റ് ഉള്ള ഒരാൾക്കൊന്നും ഹെഡ് റൂം ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഈ ഇതില് സൺറൂഫ് വന്നിട്ടുള്ളതുകൊണ്ട് ആ എഡ്ജസ്റ്റിൽ കുറച്ചൊരു എക്സ്ട്രാ തിക്നെസ് ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും നമ്മൾ ഇരുന്ന് നോക്കി കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഹെഡ് റൂം ഉണ്ട്. പക്ഷെ ഈ സീറ്റിംഗ് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഒരു 6 അടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇരിക്കാൻ കുറച്ച് പാടായിരിക്കും. ഫ്രണ്ടിലെ സീറ്റിംഗ് പൊസിഷൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഫ്രണ്ടിലത്തെ സീറ്റിംഗ് പൊസിഷൻ ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷെ ഈ പറഞ്ഞാല് വീതിക്കുറവ് നമുക്ക് ഷോൾഡർ തട്ടുന്നില്ലേ. ഇപ്പൊ നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഉണ്ട്, ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടാവും. നല്ല ഒരു ഗ്രാഫിക്, അതെ, അടിപൊളിയായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 360 ഡിഗ്രി ക്യാമറ. പിന്നെ മ്യൂസിക് സിസ്റ്റം ഹർമൺ ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ട്? ബൂട്ട് സ്പേസ് ചെറുതാണ്, കിക്ക് സെൻസർ ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇലക്ട്രിക് ബൂട്ട് ആണ്, ഓപ്പണിംഗ് ആണ്. പക്ഷെ സ്ഥലം 413 ലിറ്റേഴ്സ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. പക്ഷെ അതിന് ഫ്രണ്ടില് ഒരു ഫ്രങ്കും ഉണ്ട്, പക്ഷെ അതും കമ്പാരിറ്റീവ്ലി ചെറുതാണ്. 31 ലിറ്റേഴ്സ് ആണ് കണ്ടത്. ബൂട്ടിലൊരു ഫോൾസ് ഫ്ലോർ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ അടിയിൽ വളരെ കുറച്ച് സ്ഥലമുണ്ട്. ഈ വണ്ടിയില് സ്പെയർ ടയർ ഒന്നും ഇല്ല. എന്നിട്ടാണ് അപ്പൊ എനിക്ക് നമ്മളിപ്പോ ഇന്ത്യയിലൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയർ ടയർ അവര് ബൂട്ടിൽ വെക്കും. അത് കഴിഞ്ഞപ്പോ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? ഡ്രൈവിംഗ് കംഫർട്ടബിൾ ആണ്. പക്ഷെ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞിരുന്നു, ഇതിന് ഡ്രൈവിംഗ് മോഡ്സ്. അതെ, അതിനെ കുറിച്ചൊന്ന് റീവിസിറ്റ് ചെയ്യാം. സാറിന് എല്ലാ വണ്ടിക്കും ഇപ്പൊ ഒരു സ്പോർട്ട്, കംഫർട്ട്, എക്കോ എന്ന് പറഞ്ഞ മോഡൊക്കെ ഉണ്ട്. ഇതിന് അതൊന്നുമില്ല. ഇതിന് ഡ്രൈവിംഗ് മോഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാം. എനിക്ക് ഒന്ന് ഡ്രൈവിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഓഫ് റോഡ് മോഡ് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഇവിടെ ഉള്ളത് നമ്മൾ ഇതിന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ 1 പെഡൽ ഡ്രൈവ് വേണമെങ്കിൽ ഓൺ ആക്കിയിടാം. വളരെ സ്ട്രോങ് ആണ്, 1 പെഡൽ ഡ്രൈവ് ആണ്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്ന സ്പോർട്ട് മോഡ് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഈ സ്റ്റിയറിംഗ് ഫീൽ ഫേം എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴാണ് കുറച്ചൊന്നും ഫേം ആയിട്ടുണ്ട് അത്. പക്ഷെ ഇത് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് ആണ്. ഈ സ്പോർട്ട് മോഡും ഇതൊന്നും ഇല്ലാതെ എനിക്ക് ഇതിനിപ്പോ നമ്മുടെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്വിന് 408 ഹോഴ്സ് പവറും 600 സംതിങ് മീറ്റർ ടോർക്കാണ്. പക്ഷെ ആ ഫീല് നമുക്ക് ഇല്ല. 400 എന്താ പറയാ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും അതൊന്ന് അറിയേണ്ടതല്ലേ. ഒന്നറിഞ്ഞു. പക്ഷെ നമ്മളത് സാധാരണ ഒരു സ്പോർട്സ് മോഡിൽ ഇടുമ്പോൾ അതില്ല. 1 പെഡൽ ഡ്രൈവിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 40ലാണ്
ശരിക്കും ആള് തന്നെ സഡൻ ബ്രേക്ക് അടിക്കുന്നുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അൾട്ടിമേറ്റ് വേരിയന്റും കൂടെ ആണല്ലോ. അതെ അതെ. പിന്നെ ആ സ്ക്രീൻ എങ്ങനെയുണ്ട് ഫ്രണ്ടിൽ കാണുന്നത്? ഇതില് ഒരു സൈഡില് സ്പീഡും പിന്നെ സ്പീഡ് ലിമിറ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ സൈഡിലാണ് നമ്മൾ ഏത് ഡ്രൈവ് സെലക്ട് ഇപ്പോൾ ഡ്രൈവിൽ നിന്നാണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ റേഞ്ച് കാണിക്കും, ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും അവിടെ താഴെ. പിന്നെ ഓഡോമീറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ കൺസംഷൻ ഫിഗേഴ്സ് അവിടെ കാണിക്കുന്നുണ്ട്. എത്രത്തോളം കസ്റ്റമൈസബിൾ ആണത്? ഇവിടെ കാണാം. ട്രിപ്പ് കമ്പ്യൂട്ടർ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നടുക്ക് നാവിഗേഷൻ ആണ്. ഓക്കെ ബൈ ഡിഫോൾട്ട്. പിന്നെ സ്റ്റിയറിംഗ് എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗിലെ ഓപ്ഷൻസ്? സ്റ്റിയറിംഗില് ഇവിടെ ലെഫ്റ്റ് സൈഡില് നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് കൺട്രോൾസ് ആണ് ഇവിടെ ഉള്ളത്. സ്പീഡ് കൂട്ടാ കുറയ്ക്കുക, പിന്നെ ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ആണ്. റൈറ്റ് സൈഡിൽ നമ്മുടെ വോളിയം കൺട്രോളും പിന്നെ ട്രാക്ക് മാറ്റാൻ അങ്ങനത്തെ ബട്ടൺ. പിന്നെ ഇവിടെ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റിനെ വിളിക്കണമെങ്കിൽ അപ്പൊ ഇതിന്റെ ചാർജിങ് ആൻഡ് WLTP സ്പെക്സ് പറയും. ഇതിന്റെ ചാർജിങ് ചെറിയ ബാറ്ററിക്ക് 170 kW വരെയാണ് പീക്ക്, വലുതിന് 205. ചാർജിങ് ടൈം 10 to 80 അരമണിക്കൂറിൽ താഴെ. പിന്നെന്താണ് AC ചാർജിങ്? AC ചാർജിങ് 11 kW. അപ്പോൾ നമുക്ക് ഏകദേശം 8 മണിക്കൂർ എടുക്കും. 79 kWh ആണ് വലിയ ബാറ്ററി, 66 ആണ് ചെറിയ ബാറ്ററി. WLTP റേഞ്ച് ഈ ട്വിൻ വേർഷന് 540 വരെ. റിയർ വീൽ എക്സ്റ്റൻഡഡ് റേഞ്ച് ആണെങ്കിൽ 580, ചെറിയത് 476. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് ഈ 52,300 ഏകദേശം മുതൽ 62,300, ഏകദേശം 10,000 euros ആണ് അതിന്റെ റേഞ്ച്. അപ്പോൾ 62,300 അടുത്താണ് ഈ അൾട്ടിമേറ്റ് വേരിയന്റിന്റെ വില. XC40 ആണെങ്കിൽ സെയിം വേരിയന്റിന് ഏകദേശം ഒരു 1,500 euro കുറവാണ്. ഓഫ് കോഴ്സ് ഇലക്ട്രിക്കിന് യൂഷ്വലി കുറച്ച് കൂടുതലാണല്ലോ വരാറ്. അല്ല, XC40യുടെ റീചാർജ് അതിന്റെ ഇലക്ട്രിക് വേർഷനേക്കാളും ഇതിന് ഈ കൂപ്പേ സ്റ്റൈൽ ആയതുകൊണ്ട് കുറച്ച് വില കൂടുതലാണ്. ഇതൊരു നമ്മൾ സിറ്റി ഡ്രൈവ് എന്ന് പറഞ്ഞു, ഇതൊരു ലോങ് ഡിസ്റ്റൻസിനുള്ള ഒരു പ്രാക്ടിക്കാലിറ്റി ഇല്ലല്ലോ. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യാം ചെറിയ പിള്ളേരൊക്കെ കൊണ്ട്. അതെ, ലഗേജ് സ്പേസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. മൾട്ടി ഡേ വലിയൊരു ലോങ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലഗേജ് കപ്പാസിറ്റി ഒക്കെ കുറവായതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ 576 580യുടെ അടുത്ത് റേഞ്ചും അതേപോലെ 200 kW മുകളിൽ ചാർജിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി ഒരു അത്യാവശ്യം സ്പീഡിലൊക്കെ ഒരു ട്രിപ്പ് അടിക്കാൻ പറ്റേണ്ടതാണ്. INIQ 5 EV6 ഇതൊക്കെ ഏകദേശം ഈ പ്രൈസ് റേഞ്ചാണ്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനാ ഒരു പ്രീമിയം ഫീൽ ആണ് ഇതിനൊരു എക്സ്ട്രാ എന്ന് പറയുന്നത്. ഈ വോൾവോ ഓഫ് കോഴ്സ് നമ്മൾ സേഫ്റ്റി എന്തായാലും എല്ലാ വോൾവോയിലും നമ്മൾ സേഫ്റ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ പറഞ്ഞ ആ ഒരു പ്രീമിയം ക്വാളിറ്റി ആൻഡ് ഫീൽ. പിന്നെ റേഞ്ച് പറയുന്ന റേഞ്ച് ഈസ് പ്രിറ്റി ഗുഡ്. 580 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം 19.5 kWh per 100 km ആണ് ഇത് കാണിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇത് വലിയ സ്പീഡിലൊന്നും ഓടിച്ചിട്ടില്ല, സിറ്റിയിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല ചൂട് പറഞ്ഞാൽ 20 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി ചൂടുള്ള ദിവസമാണ്, അതുകൊണ്ട് ബാറ്ററിക്ക് കൂടുതൽ റേഞ്ചും 19.5 അത്ര ഒരു ഇംപ്രസീവ് നമ്പർ അല്ല. അപ്പൊ ഇതിനെക്കുറിച്ചൊരു 1 ലൈൻ കൺക്ലൂഷൻ പറഞ്ഞാൽ എന്തായിരിക്കും? പ്രീമിയം EV ഫോർ സ്മോൾ ഫാമിലീസ്. യെസ്, സേഫ് ആൻഡ് പ്രീമിയം EV ഫോർ സ്മോൾ ഫാമിലീസ്. അത് കറക്റ്റാണ്. അപ്പൊ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്തത് വോൾവോന്റെ C40 ട്വിൻ റീചാർജ് അൾട്ടിമേറ്റ് വേരിയന്റ് ആണ്. ഇതുപോലത്തെ കൂടുതൽ വാഹന വിശേഷങ്ങളും വണ്ടി റിവ്യൂകളും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോർഡിക് മലയാളി. താങ്ക് യു.